ഇന്നലെ നിങ്ങളുടെ +1 റിസൾട്ട് വന്നു. നിങ്ങൾ ആദ്യം 2 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് +1 റിസൾട്ട് കിട്ടിയ പെർസെൻറ്റേജ് എത്രയാണ്. 2, നിങ്ങൾക്ക് ആഗ്രഹിച്ച മാർക്ക് തന്നെയാണ് +1 കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് വിചാരിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച മാർക്ക് +1 കിട്ടിയിട്ടുണ്ടാവില്ല, പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഒരുപാട് കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പോകും. നിങ്ങൾ +1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മക്കളെ, സത്യസന്ധമായ 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യം നിങ്ങളൊന്ന് പറയണം. അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അത്രയും നല്ലത്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടോ? പഠിക്കാൻ മീൻസ് എക്സാമിന് തലേന്നോ അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുന്നേ പഠിക്കുന്നതല്ല. +1 ആഴ്ചയിൽ ഒരു 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരു 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ഓരോ വിഷയവും പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചൊന്ന് ആലോചിച്ചേ. +1 കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്കൊരു ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ലാസ് തുടങ്ങി, നിങ്ങളെ കാത്ത് ടീച്ചേഴ്സ് വന്നു, ക്ലാസ് തന്നു, എഡ്യൂപാഡ് അടക്കമുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ലൈവ് തന്നു, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ തന്നു. നിങ്ങൾ ട്യൂഷന് പോകുന്നവരുണ്ടാവാം, ട്യൂഷന് ക്ലാസ് തന്നു, ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ നിങ്ങൾ കിട്ടിയ ക്ലാസ്സുകൾ ഫലവത്തായിട്ട് ഉപയോഗിച്ചില്ല. ശരിക്കും അതല്ലേ? ഈ മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്ന, എനിക്ക് മാർക്കില്ല, എനിക്ക് മാർക്ക് വളരെ കുറവാണ്, എനിക്ക് ഫിസിക്സ് മാർക്ക് കുറവാണ്, ബയോളജി മാർക്ക് കുറവാണ്, എക്കണോമിക്സ് മാർക്ക് കുറവാണ്, പൊളിറ്റിക്സ് മാർക്ക് കുറവാണ്, ഹിസ്റ്ററി മാർക്ക് കുറവാണ്, അക്കൗണ്ടൻസി മാർക്ക് കുറവാണ്, ബിസിനസ്സിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ കുട്ടികളോട് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയടാ, നിങ്ങൾ +1 കാലഘട്ടം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? എക്സാമിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ, ആ സ്റ്റഡി ലീവിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, സാർ ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു ഇഞ്ച് സമയം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലടാ, നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളിങ്ങനെ +1 ഫസ്റ്റ് 2-3 മാസം +1 എത്തിയതിനൊരു ഹാങ് ഓവർ, അതിനുശേഷം പിന്നെ വേറെന്തൊക്കെ ഹാങ് ഓവറായിട്ട് നിങ്ങളങ്ങനെ നടന്നു. ഒരുപാട് കുട്ടികൾ, ഒരു 50% കുട്ടികൾ പഠിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരു കാറ്റഗറി ഉണ്ട്. അവർ +1 എത്തി, അവർ സ്കൂളിലുള്ള എൻജോയ് ചെയ്തു, അവരുടെ സ്കൂളിലുള്ള പ്രോഗ്രാം എൻജോയ് ചെയ്തു, അവരുടെ സ്കൂളിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്തു. അതിൻ്റെ കൂടെ ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് പഠിക്കാൻ ഓരോ കുട്ടിയും തയ്യാറായി. അങ്ങനെ തയ്യാറായിട്ടുള്ള കുട്ടി മികച്ച മാർക്ക് നേടിയപ്പോൾ ഒന്നും പഠിക്കാത്ത ആളുകൾ മാർക്ക് വളരെ കുറഞ്ഞു. നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി, നിങ്ങൾ തന്നെയാണ് കാരണം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് കൂടാനും കുറയാനുള്ള കാരണം. റിസൾട്ട് കുറഞ്ഞ ആളുകളോട്, മാർക്ക് കുറഞ്ഞ ആളുകളോട്, ശതമാനം കുറഞ്ഞു പോയ ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ. നിങ്ങൾ മാറ്റി വെക്കേണ്ടത് ഇനി +2ലേക്കാണ്. നിങ്ങൾ +2 ഒരിക്കലും +1 ആവർത്തിച്ച മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾ +1 ആവർത്തിച്ച തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾ +1 വരുത്തിയ കുറ്റങ്ങൾ റിപ്പീറ്റ് ചെയ്ത് +2 നിങ്ങൾ പുതിയൊരാളാവണം. പഠനത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരാളാവണം. എല്ലാ തരത്തിലും നിങ്ങൾ പുതിയൊരാളാവണം. ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ദിവസവും നിങ്ങൾ പഠനത്തിനായിട്ട് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ട്രേഡിംഗ് കമ്പനിയിലോ വേറെ എവിടെയോ അല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പഠനത്തിലാണ്. ഈ സമയം പറഞ്ഞാൽ 18 വയസ്സ്, 17 വയസ്സ്, 16 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട സമയമാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് ഓരോ സമയത്ത് ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി. ഈ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ പഠിക്കുക? ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ +2 സമയം പഠനത്തിനായിട്ട്. നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക, പഠിക്കാനായി തയ്യാറാവുക. പഠനത്തിനായിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, പഠനത്തിനായിട്ട് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ആഴ്ചയിൽ 7 ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ആഴ്ചയിൽ 6 ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ +1 നിങ്ങൾക്ക് കുറഞ്ഞു പോയ മാർക്കുകളേക്കാൾ എത്രയോ അധികം മാർക്ക് നിങ്ങൾക്ക് +2 കിട്ടും. എന്നിട്ട് നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് മൊത്തം +1 ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പണിയെടുക്കടാ, എഫേർട്ട് ഇടാ. കഷ്ടപ്പെടാതെ എഫേർട്ട് ഇടാതെ പണിയെടുക്കാതെ ഈ ലോകത്ത് ആർക്കും ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഒരാൾക്ക് റിസൾട്ട് കിട്ടിയില്ല. എഫേർട്ട് ഇടാൻ, പണിയെടുക്കാൻ, കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. +2 പോയി കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടുന്ന കൂടുതലാണ് ആവണമെങ്കിൽ, നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടുക, കഷ്ടപ്പെടുക. നമ്മുടെ സൂപ്പർ ബാച്ചിൽ +2 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, nafi.edupod. നിങ്ങൾക്ക് അറിയാലോ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം ID. എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുകയും ചെയ്യുക. സൂപ്പർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരും. nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം IDയിലൂടെ നിങ്ങൾക്ക് ഞാൻ സൂപ്പർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ജസ്റ്റ് സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. പഠിക്കുക എന്നുള്ള ഡ്യൂട്ടി നിങ്ങളുടേതാണ്. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.